ഇറാനിൽ വീണ്ടും ബങ്കർ ബസ്റ്ററുകളാണ് ട്രംപ് പ്രയോഗിച്ചിരിക്കുന്നത്. യുദ്ധം കടുപ്പിക്കും, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് തന്നെ പല ആവർത്തി പറയുന്നു. പക്ഷേ ഇറാൻ തയ്യാറല്ല. ഇറാൻ യുദ്ധം തുടരുകയാണ്. പക്ഷേ അമേരിക്ക സർവനാശം വരുത്താൻ വേണ്ടി ഇപ്പോൾ ദാ പറയുന്നു, ഇസ്ഫഹാൻ തകർത്തിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ടെഹ്റാനിൽ ആറ്റം ബോംബ് വരെ ഇടുമെന്നാണ്. അതിനുള്ള പദ്ധതിയുണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇറാനും ഹൗതീസില്ലേ, അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു സംയുക്ത യുദ്ധത്തിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഹൗതീസ് ഭയങ്കര അപകടകാരികളാണ്. അതെ. യമൻ ബേസ്ഡ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇറാന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഹൗതീസ്. അതിൻ്റെ ഒപ്പം തന്നെ ഹെസബല്ലയും ഉണ്ട്. വേറെ ഒന്നും ഉള്ളത് ഇപ്പോൾ ഈ എന്താ ഈ ഹൗതീസ് പറയേണ്ടത്, ഈ ഗൾഫ് സ്ട്രെയിറ്റ് ഹോർമസിൽ കൂടി പോകുന്ന കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം അഴിച്ചു വിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്യണു, അവർ മറൈൻ ഫോഴ്സിനെയും അതുപോലെ തന്നെ മറൈനേഴ്സ് എന്ന് പറയും, മറീൻസ്. മറൈനേഴ്സിനെ, അതുപോലെ തന്നെ കമാൻഡോസിനെയും ഈ കാർഗ് ഐലൻഡിലും അതിന് ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ 5-6 ദ്വീപുകളുണ്ട്, അവിടെയും അവർ ഡിപ്ലോയ് ചെയ്യും. അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോർമസ് സ്ട്രെയിറ്റ് കംപ്ലീറ്റ് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരും എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചിരിക്കുന്നത്. വേറെ ഒന്നുള്ളത്, ഈ ഇറാൻ ഒരു വലിയ ക്രൈസിസിലാണ് ഇപ്പോൾ. യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരെ കിട്ടണില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കമാൻഡറുണ്ട്, അയാൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോറിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രായം 18 വയസ്സായിരുന്നത് 12 വയസ്സായിട്ട് കുറച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 12 വയസ്സായ കുട്ടികൾക്ക് എന്തറിയാം? ആ കുട്ടികളെ യുദ്ധം ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്യാൻ തയ്യാറല്ലാത്ത കുട്ടികളെ അവർ വീട്ടിലേറി പിടിച്ചുകൊണ്ട് പോകും. അതെ. അപ്പോൾ അത്രമാത്രം ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ് ഇറാനുള്ളത്. പിന്നെ ഈ ഹൗതീസ് ഹോർമസ് കടലിടുക്കിൽ മാത്രമല്ല, റെഡ് സീ വഴി വരുന്ന കപ്പലുകൾക്ക് നേരെ ഹൗതീസ് ആക്രമണം അഴിച്ചുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുള്ളത്, ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കമാൻഡറെ, ആർമി നേവി നാവിക സുരക്ഷാ കമാൻഡറെ, നേവി കമാൻഡർ നേവി വധിച്ചു. കമാൻഡറെ ഇവർ വധിച്ചല്ലോ, ഇസ്രായേൽ. അതെ, ഇസ്രായേൽ വധിച്ചു. അതിന് പകരം അവർ അഹമ്മദ് വാഹിദി എന്ന് പറഞ്ഞൊരാളെയാണ് പുതിയ കമാൻഡറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഈ അഹമ്മദ് വാഹിദി ഒരു കടുത്ത ഭീകരവാദിയാണ്. അയാളെ ഇൻ്റർപോൾ അന്വേഷിക്കുന്നൊരു വ്യക്തിയാണെന്നുകൂടി മനസ്സിലാക്കണം. ഇൻ്റർപോൾ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അയാളൊരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. അതെ. അപ്പോൾ അയാൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അർജൻറ്റീനയിലുള്ള ഒരു യഹൂദന്മാരുടെ സെറ്റിൽമെൻറ്റ് ബോംബിട്ട് തകർത്തതിൽ ഒന്നാം പ്രതിയാണ് ഈ മനുഷ്യൻ. ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇയാളെ അവരുടെ ഈ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിൻ്റെ കീഴിലുള്ള നാവിക സേന ഇതിൻ്റെ കമാൻഡറാക്കി നിയമിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അമേരിക്ക ഇപ്പോൾ വൻ സമ്മർദ്ദത്തിലാണ്. സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു, ഈ ഇറാനെ തകർക്കണം. ഇറാൻ കാരണം ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റണില്ല. അവർ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തണമെന്ന് പറഞ്ഞ് കൊല്ലുന്നത് മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരെയാണ്. അപ്പം നിങ്ങൾ ഇറാനെ ശരിക്കും ഈ അക്ഷരാർത്ഥത്തിൽ ഒബ്ലിറ്ററേറ്റ് ചെയ്യണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇസ്പഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തിങ്കളാഴ്ച രാത്രി അതെ. അമേരിക്ക ഒരു വൻ മിസൈൽ അറ്റാക്ക് നടത്തി. ഞായറാഴ്ച രാത്രി അല്ലേ, അതെ. ഈ ഒരു അമ്യൂണിഷൻ ഡിപ്പോ ഉണ്ട് അവിടെ, മിസൈൽസ് എല്ലാം സൂക്ഷിച്ചിരുന്ന ഒരു ഡിപ്പോ അങ്ങനെ തന്നെ തകർത്തു ഇറാൻ്റെ. അപ്പോൾ അതെല്ലാം കൂടി ഇറാനെ ഒരു എന്താ വല്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ, ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാന് ചുറ്റും. അതുപോലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇപ്പോൾ അവരുടെ ഡീസലിനേഷൻ പ്ലാന്റുകൾ,
പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ ഇത് പ്രവർത്തന റിഫൈനറീസും അതുപോലുള്ളതൊക്കെ, എണ്ണ ശുദ്ധീകരണശാലയും ഓയിൽ എല്ലാം അവർ നശിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, കീഴടങ്ങിയിട്ടില്ല എങ്കിൽ. അതെ. അതിൽ ഞങ്ങൾ പറയുന്ന വഴിക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ കൂടി ഇപ്പോഴും അമേരിക്കൻ അല്ലെങ്കിൽ അമേരിക്കയുടെ പക്ഷത്തുള്ള അമേരിക്കയായിട്ട് സൗഹൃദം പുലർത്തുന്ന കപ്പലുകൾക്ക് പോകാൻ പറ്റുന്നില്ല. അത് അനുവദിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇറാനെ വീണ്ടും എന്താ പറയുക ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് അവർ രൂപീകരിച്ചിട്ടുണ്ട്. ആ ടാസ്ക് ഫോഴ്സിൻ്റെ ഹെഡായിട്ടാണ് JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിനെ അവർ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി യുദ്ധം എന്താ പറയണത് നീണ്ടു പോകുമെന്നാണ് പറയുന്നത്. കാര്യം ഈ നമ്മുടെ എന്താ ക്രൂഡ് ഓയിലിൻ്റെ ബ്രെൻറ്റ് എന്താ ഒരു വിലയുണ്ട്, $150 ഉയരും. ഇപ്പോൾ അതുകൊണ്ട് $110 $115 ഈ മട്ടിന് പോയാൽ $150 വരെ ആയിട്ട് ഉയരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകരും എന്നും ഈ നമ്മുടെ അവരുടെ ഒരു ജെഫറി സാക്സ് എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക വിദഗ്ധൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഇനിയും അമേരിക്ക പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ട്രംപ് പറയും ചിലപ്പോൾ 4 ദിവസം യുദ്ധം തീരുമെന്ന് പറയും, ചിലപ്പോൾ പറയും 5 ദിവസം തീരുമെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാന നാളുകളിൽ എത്തിക്കഴിഞ്ഞു, ഇറാനിലെ ഒരു റെജീം ചേഞ്ച് നടന്നു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം റസ പഹലവിയുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇവർക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അവരുടെ സുപ്രീം ലീഡർ മുസബ ഖൊമേനി അയാൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം. ഇയാൾ രംഗത്ത് വരണില്ലല്ലോ. ഇയാൾ എന്തുകൊണ്ട് രംഗത്ത് വരണില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇറാനിൽ ഇപ്പോൾ ഉള്ളത്, പശ്ചിമേഷ്യയിലുള്ളത് ഇപ്പോൾ. പക്ഷേ ഈ പറയുന്ന സാഹചര്യം കൂടുതൽ സങ്കീർണവും ഗുരുതരവുമാവുകയാണ്. അതായത് ഇതിനകത്തിപ്പോൾ നമ്മുടെ യുദ്ധം തുടങ്ങിയപ്പോൾ കാണാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് നമ്മുടെ റഷ്യ ഇടപെടുന്നു. റഷ്യ അമേരിക്കൻ സേനാ താവളങ്ങളുടെ വിവരങ്ങൾ ഇറാന് കൈമാറുന്നു. അതുപോലെ തന്നെ ചൈന ആയുധങ്ങൾ നൽകി സഹായിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും പല വിധത്തിൽ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഒരു ബാക്കപ്പ്, ഒരു മിലിറ്ററി ബാക്കപ്പ്. ഇന്ത്യ ഇപ്പോൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് കൊടുക്കുന്നുണ്ട്, അതല്ല, ഒരു മിലിറ്ററി ബാക്കപ്പിന് മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു വലിയ പണി കൊടുക്കുക, അതല്ലേ ഇവരെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. അമേരിക്കന് തൽക്കാലം പിണക്കാനായിട്ട് ചൈനയ്ക്ക് എന്താ പറയുക ചൈന തയ്യാറാവില്ല. കാരണം ഏപ്രിൽ ഈ ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ ട്രംപ് ചൈനയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ബെനഫിഷ്യലായിട്ടുള്ള പല ഡീലുകളും ഒപ്പിടാനായിട്ട് ചൈന കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അമേരിക്കനെ ഹേർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ട്രംപിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റഷ്യ ഇറാന് നൽകുന്ന സൈനിക സഹായത്തിനെ കുറിച്ച് അപ്പോൾ ഈ ഉക്രൈൻ പ്രസിഡൻറ്റ് ഇവർക്ക് വിവരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറാനും അമേരിക്കയ്ക്കും വിവരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, സെലൻസ്കി. അപ്പോൾ അങ്ങനെ ഒരു നേരിട്ട് ഇറാനെ രക്ഷിക്കാനായിട്ട് അമേരിക്കയും ചൈനയും ഇടപെടുന്ന കാര്യം സംശയമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്, അധികം ശ്രദ്ധിക്കപ്പെടാണ്ട് പോയ കാര്യം. ഉഗാണ്ടയുടെ കരസേനാ മേധാവി, അയാൾ അവിടുത്തെ സർവ്വസൈനാധിപനാണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് എതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഞങ്ങളുടെ പട്ടാളം രംഗത്തിറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഗാണ്ടയും ഇസ്രായേലുമായിട്ടുള്ള ഈ ആക്സസിനെ കുറിച്ച് ഇപ്പോഴാണ് ശരിക്കും കൂടുതൽ വിവരങ്ങൾ വരുന്നത്. പണ്ട് 1976 എയർ ഫ്രാൻസിൻ്റെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി പാലസ്തീൻ ഭീകരവാദികൾ. അതുകൊണ്ട് അവരിറക്കിയത് എൻറ്റബി വിമാനത്താവളത്തിലാണ് ഉഗാണ്ടയിൽ. അന്ന് ഇസ്രായേൽ കമാൻഡോസാണ് ആ വിമാനം രക്ഷിച്ചത്. പക്ഷേ അന്നത്തെ ഓപ്പറേഷനിൽ കുറേ ഉഗാണ്ടൻ സൈനികരെ മരിക്കുകയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇറാൻ എങ്ങനെയോ ഉഗാണ്ടൻ ഭരണാധികാരികളെ, ഇസ്രായേൽ എങ്ങനെയോ ഉഗാണ്ടൻ ഭരണാധികാരികളെ സ്വാധീനിക്കുകയും അവർ മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിനോട് നല്ല ടേംസിലാണ് പോകുന്നത് മുഴുവനും. അപ്പോൾ ഈ ഉഗാണ്ടയുടെ പ്രഖ്യാപനം ഇറാനെ ശരിക്കും
എന്താ പറയുക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. യുദ്ധം തുടരുക തന്നെ ചെയ്യും. പിന്നെ ഈ പലതും എന്താ അറ്റാക്ക് ചെയ്തു തകർത്തു, അതല്ലെങ്കിൽ മറ്റേ ഇവിടെ ഒരു വലിയ മിസൈൽ ഇതൊക്കെ തകർത്തു എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ഇരുകൂട്ടരുടെയും വാർത്ത കേട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ മത്സരത്തിൽ നമുക്ക് നേരിട്ട് പ്രീ പ്ലാൻഡ് ചെയ്ത പോലെ അതെ കളിക്കാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. അതാത് നിമിഷം വരുന്ന ആ കളിയുടെ ഗതി അനുസരിച്ചിട്ടേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. യുദ്ധം അതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും അവർ ചെയ്യുന്നതിന് കൗണ്ടർ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും അവർ. ചില സമയത്ത് അവർ യുദ്ധം വേണമെങ്കിൽ പറയും, ദാ ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറയും. പിറ്റേ ദിവസം പിന്നെയും തുടങ്ങും അത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. ലോകം മുഴുവൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ പോവുകയാണ്. അത് സംശയമില്ല ആ കാര്യത്തിൽ. അതെ